സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ വിശ്വാസികളായ ആളുകൾ വളരെ ഗൗരവപൂർവം ജാഗ്രത കൈക്കൊള്ളേണ്ടുന്ന പല വിധത്തിലുള്ള ദുസ്വഭാവങ്ങളെ സംബന്ധിച്ചുള്ള ഹദീസുകൾ വന്നിട്ടുള്ള അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് കേൾക്കുവാനുള്ളത് ബാബുൻ നഹി അനിൽ ഗിശ്ശി വൽ ഖിദാഇ. ഖാല അല്ലാഹു തആല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. النهي عن الغش والخداع. ഈ അധ്യായത്തിൽ പറയുന്നത് അന്നഹിയു വിരോധിക്കപ്പെട്ട കാര്യമാണ്. അൽ ഗിശ്ശു വൽ ഖിദാഅ്. അനിൽ ഗിശ് എന്ന് പറഞ്ഞാൽ വഞ്ചന, അതേപോലെ തന്നെ വൽ ഖിദാഅ് ചതിയും. വഞ്ചനയും കുതന്ത്രങ്ങളുമൊക്കെ വിരോധിക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന അധ്യായം. കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ നിത്യജീവിതത്തിലുള്ള വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഏറെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായ തോതിൽ ലോകത്ത് നിലനിൽക്കുന്നൊരു കാര്യമാണ് ചതിയും കളവും വഞ്ചനയുമൊക്കെ, കുതന്ത്രങ്ങളുമൊക്കെ. ഈ അധ്യായത്തിൻ്റെ താഴെ ഉപോത്ബലകമായിക്കൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 58-ാമത്തെ ആയത്ത് തന്നെയാണ്. കഴിഞ്ഞ ചില അധ്യായങ്ങളിലും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായം തന്നെ, ഈ ആയത്ത് തന്നെയായിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരുന്നത്. ഇതിൽ പറയുന്ന വിഷയം വല്ലദീന യുഉദൂനൽ മുഅ്മിനീന, സത്യവിശ്വാസികളെ ഉപദ്രവിക്കുന്നവർ. വല്ലദീന യുഉദൂന, ആദാ യുഅ്ദി, ബുദ്ധിമുട്ടിച്ചു, ദ്രോഹിച്ചു, ഉപദ്രവിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സത്യവിശ്വാസികളായ പുരുഷന്മാരെ ഉപദ്രവിക്കുന്നവർ, ദ്രോഹിക്കുന്നവർ. വൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികളായ സ്ത്രീകളെയും ദ്രോഹിക്കുന്നവർ. ബിഗൈരി മക്തസബു, അവർ ചെയ്തിട്ടില്ലാത്തതിൻ്റെ പേരിൽ. ഇക്തസബ എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചു എന്നർത്ഥമുണ്ട്, പ്രവർത്തിച്ചു എന്നർത്ഥമുണ്ട്, ചെയ്തു കൂട്ടി എന്നർത്ഥമുണ്ട്. ബിഗൈരി മക്തസബു, അവർ ചെയ്തു കൂട്ടിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചിട്ടില്ലാത്തതിൻ്റെ പേരിൽ സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയുമൊക്കെ ദ്രോഹിക്കുന്നവർ. ഫഖദ് ഇഹ്തമലു, തീർച്ചയായും അവർ വഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഏറ്റെടുത്തിരിക്കുന്നത്, ബുഹ്താനൻ, കള്ള ആരോപണത്തെയാണ്. ബുഹ്താൻ എന്ന് പറഞ്ഞാൽ വ്യാജമായ, കള്ളമായ വാർത്ത, ആരോപണം, അതിനാണ് ബുഹ്താൻ എന്ന് പറയാം. വിശുദ്ധ ഖുർആനിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മുനാഫിഖുകളും യഹൂദികളുമൊക്കെ പ്രചരിപ്പിച്ച ആ പ്രചരണത്തെ സംബന്ധിച്ച്, അത് നാട്ടിലിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ വിശ്വാസികളായ ആളുകൾ അത് കേട്ട വേളയിൽ തന്നെ സുബ്ഹാനക് ഹാദാ ബുഹ്താനുൻ അളീം, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധൻ, ഇത് വമ്പിച്ച കള്ള ആരോപണമാണല്ലോ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ പ്രയോഗിച്ചത് ബുഹ്താൻ എന്നാണ്. വിശുദ്ധ ഖുർആൻ വേറെ സ്ഥലങ്ങളിലും
ഇതേ അർത്ഥത്തിൽ ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബുഹ്താൻ എന്ന് പറഞ്ഞാൽ വ്യാജമായ, ഒരു നിലവാരമില്ലാത്ത കള്ളമായ വാർത്തകൾ, ആരോപണങ്ങൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വിശ്വാസികൾ ചെയ്തിട്ടില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ മേൽ കുറ്റം ചുമത്തി ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവർ വമ്പിച്ച കള്ളത്തരമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. ഇസ്മം മുബീന, വ്യക്തമായ പാപവുമാണ്, തെറ്റുമാണ് അവർ അതിലൂടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താനം വ ഇസ്മം മുബീന. തീർച്ചയായും സത്യവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവർ വമ്പിച്ച കള്ളമായ ആരോപണമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. വ ഇസ്മം മുബീന, വളരെ വ്യക്തമായ പാപവുമാണ് അവർ വഹിക്കുന്നത്. ഇതാണിപ്പോൾ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 58-ാമത്തെ സൂക്തമാണ് നമ്മൾ ഈ കേട്ടത്. എന്തിനാണ് ഈ അധ്യായത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്ത് കൊണ്ടുവരുന്നത്? ഇതിപ്പോൾ വഞ്ചനയുടെയും ചതിയുടെയും ഒക്കെ അത് വിരോധിക്കുന്ന ഹദീസുകൾ വരുന്ന അധ്യായമാണ്. നമുക്കറിയാം, നമ്മൾ ആരായിരുന്നാലും ആരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല എന്നെ ഒരാൾ ചതിക്കുക എന്നുള്ളത്. നമ്മളിൽ ഓരോരുത്തരെയും ആരെങ്കിലും ചതിച്ചു, അല്ലെങ്കിൽ അവനോട് വഞ്ചന കാണിച്ചു എന്നറിഞ്ഞാൽ ഒരു മനുഷ്യനും അത് ഇഷ്ടപ്പെടുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാനസികമായി വല്ലാതെ വെറുപ്പുണ്ടാക്കുന്നൊരു കാര്യമാണ് ഒരാൾ എന്നെ ചതിച്ചിരിക്കുന്നു, അവൻ എന്നെ വഞ്ചിച്ചിരിക്കുന്നു എന്നറിയുന്നത്. അങ്ങനെ വഞ്ചനയും ചതിയും നടത്തുക എന്നുള്ളത് സത്യവിശ്വാസികളായ ആളുകൾക്കിടയിൽ ഉണ്ടായി തീർന്നാൽ അതവരുടെ മനസ്സ് വേദനിക്കുവാനും പ്രയാസപ്പെടുവാനും കാരണമാകും. നമ്മളൊരാളെ ഒരാളെ ചതിക്കുമ്പോൾ നമ്മൾ അയാളെ ബുദ്ധിമുട്ടിക്കുകയാണ്, അയാളെ ദ്രോഹിക്കുകയാണ്, അയാളെ കഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവത്തോടുകൂടെ വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഫഖദ് ഇഹ്തമലു ബുഹ്താനം വ ഇസ്മം മുബീന. അവർ ബുഹ്താനാണ്, അതുപോലെ തന്നെ വളരെ വ്യക്തമായ ഇസ്മാണ്, കുറ്റമാണ്, പാപമാണ് അവർ അതിലൂടെ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ അധ്യായത്തിൻ്റെ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ശേഷമുള്ള ഹദീസുകൾ ഉദ്ധരിക്കുന്നത്. ചതി, അതുപോലെ തന്നെ വഞ്ചന, ഇത് ആരുടെ ജീവിതത്തിലുണ്ടോ അത് കാരണം സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ വല്ലാത്ത വിഷമമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിൻ്റെ താഴെയും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സത്യവിശ്വാസികളായ പുരുഷന്മാരെയോ സ്ത്രീകളെയോ ദ്രോഹിക്കുന്നവർ, കാരണം ഇതൊരു ദ്രോഹമാണ്, ആരെ ചതിക്കുന്നതും ആരെ വഞ്ചിക്കുന്നതും കടുത്ത ദ്രോഹമാണ് ആ ചെയ്യുന്നത് എന്നതാണ് ഈ അധ്യായത്തിൽ ഈ ആയത്ത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരാൻ കാരണം. ഇനി ഇതിൽ ഒന്നാമതായി നൽകുന്ന ഹദീസ് വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മൻ ഹമല അലൈന അസ്സിലാഹ ഫലൈസ മിന്നാ വമൻ ഗശ്ശനാ ഫലൈസ മിന്നാ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. തീർച്ചയായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മൻ ഹമല അലൈന സിലാഹ, മൻ ആര്, ഹമല അലൈന നമ്മുടെ നേരെ വഹിച്ച് കൊണ്ടുവന്നുവോ. ഹമല എന്ന് പറഞ്ഞാൽ വഹിച്ചു. എന്തിനെ കൊണ്ടുവരുന്നു നമ്മുടെ നേരെ? അസ്സിലാഹ, ആയുധത്തെ, നമുക്കെതിരെ ആയുധവുമായി വരുന്നവൻ, നമുക്കെതിരെ ആയുധവുമായി വരുന്നവൻ. സിലാഹ് എന്ന് പറഞ്ഞാൽ വെപ്പൺ, അതിൻ്റെ ബഹുവചനം അസ്ലിഹത്ത് എന്നാണ്.
സിലാഹ് ആയുധം. ആരെങ്കിലും നമുക്കെതിരെ ആയുധമേന്തി വന്നാൽ ഫലൈസ മിന്നാ, അവൻ നമ്മിൽപ്പെട്ടവനല്ല. ഒരു ഭാഗം അതാണ്. ഹദീസിൻ്റെ രണ്ടാമത്തെ നമ്മുടെ അധ്യായവുമായിട്ടുള്ള ബന്ധം. വമൻ ഗശ്ശന, ആര് നമ്മെ വഞ്ചിക്കുന്നുവോ ഫലൈസ മിന്നാ, അവനും നമ്മിൽപ്പെട്ടവനല്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ ഗൗരവതരമായ ശൈലിയിലാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷയം പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം ആയുധമേന്തലാണ്. ഒരു വിശ്വാസിയുടെ നേരെ ആയുധമേന്തി ആക്രമിക്കുന്നത് പോയിട്ട് ഭയപ്പെടുത്തുവാൻ വേണ്ടി ഒരാളുടെ നേരെ ആയുധം ചൂണ്ടുവാൻ പോലും പാടില്ല എന്നാണ്. വെറുതെ ഉണ്ടല്ലോ തമാശക്ക് അങ്ങനെ തോക്ക് ചൂണ്ടുക, അല്ലെങ്കിൽ കത്തി ചൂണ്ടുക, അല്ലെങ്കിൽ ഇങ്ങനെ ആയുധം കൊണ്ട് ഇങ്ങനെ വെട്ടാനൊങ്ങുക. ഒരാളെ ഭീതിപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് തമാശയിൽ പോലും, ഇവനൊന്നും ചെയ്യാനൊന്നും ഇയാൾക്ക് പ്ലാനില്ല, പക്ഷെ അവനൊന്ന് പേടിപ്പിക്കണം. ആ നിലക്ക് മറ്റൊരാളെ ഭീതിപ്പെടുത്തുവാൻ വേണ്ടി ഒരാൾക്ക് നേരെ ആയുധം ചൂണ്ടുന്നത് പോലും വലിയ തെറ്റായിട്ടാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആക്രമിക്കുന്നത് പിന്നെ പറയാനുണ്ടോ? അതിനെക്കുറിച്ച് ആരെങ്കിലും നമുക്കെതിരിൽ ആയുധമേന്തി വന്നാൽ ഫലൈസ മിന്ന എന്നാണ് പ്രയോഗം. അവൻ നമ്മിൽപ്പെട്ടവനല്ല. അവിടെ ഇത് വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ പ്രത്യേകം ഒരു കാര്യം എടുത്തു പറഞ്ഞു. അത് വിഷയത്തിൻ്റെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഫലൈസ മിന്ന എന്ന് പറഞ്ഞാൽ ഈ ഫലൈസ മിനൽ മുസ്ലിമീൻ എന്നല്ല, മുസ്ലിമാവൂല എന്നല്ല. ഇസ്ലാമിൽ നിന്നൊരാൾ പുറത്തു പോകും, അതുകൊണ്ട് ഒരാൾ കാഫറായി പോകും എന്നല്ല ആ പറയുന്നതിൻ്റെ ഉദ്ദേശം. മറിച്ച് എന്താണ്? അത്രയും ഗുരുതരമായ മഹാപാപമാണ് ഒരാൾക്ക് നേരെ ആയുധം ചൂണ്ടലും ആയുധമേന്തലും അക്രമത്തിന് ഒരുങ്ങി വരലുമൊക്കെ ഏറ്റവും വലിയ രൂപത്തിലുള്ള തിന്മയാണ്, മഹാപാതകമാണ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ധാരാളം ഹദീസുകളിലൂടെ ഈ വിഷയം പഠിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. കൂർത്തുമൂർത്തിട്ടുള്ള ആയുധങ്ങൾ പണ്ട് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ ആളുകളുടെ ഓരോ അറബികളുടെയും കയ്യിൽ വാളുണ്ടാകും. അതുപോലെ തന്നെ ആവനാഴിയിൽ അമ്പുകളുണ്ടാകും. ഈ അമ്പുകൾ കൊണ്ട് നടക്കുന്നവരോട് പോലും പ്രത്യേകം പറഞ്ഞു, അതിൻ്റെ മുനയുള്ള ഭാഗം ആളുകളിലേക്ക് തിരിഞ്ഞ് അവരുടെ ശരീരത്തിൽ തട്ടുവാനുള്ള ഒരവസ്ഥയിൽ നിങ്ങളത് ധരിക്കുന്നത് പോലും തെറ്റാണ്. അത്രത്തോളം അതിൻ്റെ ഗൗരവം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നോക്കൂ നിങ്ങൾ, ഇന്ന് എല്ലാവരും ആയുധം ചൂണ്ടാനും പേടിപ്പിക്കാനും അത് ഉപയോഗപ്പെടുത്താനും അത് ഏതെല്ലാം നിലക്ക് ദുരുപയോഗം ചെയ്യണോ അതൊക്കെ ചെയ്യാനും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരക്തത്തിന് യാതൊരു വിലയില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിശദീകരിക്കേണ്ട ഒരു കാര്യമല്ല. നിരന്തരം മീഡിയകളിലൂടെ നമ്മൾ കാണുകയാണ് മനുഷ്യരക്തം ചിന്തയാണ്. കൊടുവാളുകൊണ്ട് വെട്ടി, സ്വന്തം മാതാവിനെ വെട്ടി, പിതാവിനെ വെട്ടി, ഭാര്യയെ വെട്ടി, ഭർത്താവിനെ വെട്ടി, ഉമ്മയുടെ കഴുത്തിൽ കഠാര കുത്തിയിറക്കി, ഉമ്മയുടെ കഴുത്ത് മുറിച്ചു, മക്കളെ വെട്ടി. ഇങ്ങനെ ആയുധമേന്തിയിട്ടും അതുപോലെ തന്നെ വെടിവെപ്പ് നടത്തിയിട്ടും പല വിധത്തിലുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള അരാജകത്വങ്ങൾ വാഴുന്നൊരു കാലം. ഇതൊക്കെ അധികരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് യക്സുറുൽ ഹർജു, ഹർജ് അധികരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹർജ് അധികരിക്കും. എന്താണ് അൽ ഹർജ്? എന്താണ് ഹർജ് എന്ന് പറഞ്ഞാൽ? അവിടെ നിന്ന് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. കഴുത്തറക്കൽ, കൊലപാതകം. ഇസ്ലാം പറയുന്നത് നമ്മിൽപ്പെട്ടവനല്ല. ഒരു ഭാഗം അത്. രണ്ടാമത് വമൻ ഗശ്ശന, അതാണ് നമ്മുടെ അധ്യായവുമായിട്ടുള്ള ബന്ധം. വമൻ ഗശ്ശന, ആര് നമ്മെ ചതിച്ചുവോ, ആര് നമ്മോട് വഞ്ചന കാണിച്ചുവോ ഫലൈസ മിന്ന, അവനും നമ്മിൽപ്പെട്ടവനല്ല. അത് ആയുധമേന്തുന്ന അതേ കാര്യത്തോട് ഒരു ചതിയുടെയും വഞ്ചനയുടെയും ഏറ്റവും പ്രകടമായ മേഖല പലപ്പോഴും ഉണ്ടാകാറുള്ളത് യഥാർത്ഥത്തിലുള്ള ഒരു കാര്യത്തെ അതാണെന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് ആളുകളെ ചതിക്കുന്ന വ്യാപാര രംഗമാണ്. ഇത് വിശദീകരിച്ചിടത്തൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന് സമനുസ്സലത്തുമായിട്ട്, ഒരു ചരക്കിൻ്റെ വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ചതി. കസ്റ്റമറുടെ മുമ്പിൽ കളവ് പറയുന്നു, വമ്പിച്ച റിഡക്ഷൻ, ബിഗ് സെയിൽ എന്നൊക്കെ പറയുന്നു.
60 ദിർഹമിന് ഇപ്പോൾ കിട്ടും 100 രൂപയുടെ വസ്തു എന്ന് പറയും. ഫലത്തിൽ അതിൻ്റെ വില എത്ര ഉണ്ടാവുള്ളൂ? 60. ബിഗ് സെയിലിടുന്നതിൻ്റെ മുമ്പ് അതവിടെ എഴുതി വെക്കും 100 ഇൻറ്റു വെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ എന്ത് ചെയ്തും ഇപ്പോൾ 60. ഇത് പറ്റിക്കപ്പെടുകയാണ്. അതിനെപ്പറ്റി അറിയാത്തവനെ കാണുമ്പോൾ കണ്ടോ, 100 റുപ്യ വെട്ടിയിട്ടാണല്ലോ 60 ഇട്ടിട്ടുള്ളത്. 40% റിഡക്ഷൻ. ബിഗ് സെയിൽ, വമ്പിച്ച ആദായ വിൽപ്പന. ഇതൊന്നും വിശദീകരിക്കേണ്ടതില്ല, നമ്മളൊക്കെ ഇതിൻ്റെ ഇരകളാണ്. വേട്ടക്കാർ ഒരു വശത്തുണ്ട്, ഇരകൾ വേറൊരു വശത്തുമുണ്ട്. ഇതൊക്കെ ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മെയ്ഡ് ഇൻ പറഞ്ഞിട്ട് വഞ്ചിക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും ഉന്നതമായ ഏതാണോ ആളുകൾക്ക് നല്ല താല്പര്യമുള്ളതെങ്കിൽ ഇത് ജപ്പാൻ്റെ സാധനമാണ്, അല്ലെങ്കിൽ ജർമ്മനാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പേര് പറയും. നമുക്കെന്താ താല്പര്യം എന്നുണ്ടെങ്കിൽ അതവിടെ കണ്ടുപിടിച്ചിട്ട് അവിടെ പറയും. സാധനത്തിൻ്റെ ഉള്ളിലൊക്കെ പാർട്സുകളും അതിൻ്റെ മറ്റു കാര്യങ്ങളുമൊക്കെ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെതുമായിരിക്കും. ചതിയാണ്, നല്ല ചതിയാണ് അവിടെ നടക്കുന്നത്. ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, മറ്റേതെങ്കിലും വസ്തുക്കളൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്ലഗിൽ കുത്തിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർക്ക് ഉണ്ടാവും. പിന്നല്ല, വിറ്റ സാധനം തിരിച്ചെടുക്കുന്നതല്ല. ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു. ഇത് ഈ മേഖല ഇന്ന് ധാരാളമാണ്. ഗിഷ്, അൽ ഗിഷ്, ഗശ്ശ മൻ ഗശ്ശന, നമ്മെ ആര് ചതിച്ചുവോ ഫലൈസ മിന്ന, അവൻ നമ്മിൽപ്പെട്ടവനല്ല. അതേത് മേഖലയിലും നടക്കും. ഇത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ തിബിൻ്റെ മേഖല പറയുന്നുണ്ട്. ഓരോന്നും നമുക്കിങ്ങനെ വിശദീകരിച്ച് പറയുമ്പോൾ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക് നമ്മളോട് വിഷമാവും. എല്ലാ മേഖലയിലും ഉണ്ട് എന്ന് കൂട്ടിക്കോളി. മെഡിക്കൽ മേഖലയിൽ, മെഡിസിൻ്റെ മേഖലയിൽ, ഹോസ്പിറ്റലുകളിൽ, ഓപ്പറേഷൻ തിയേറ്ററുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ ഡെൻ്റൽ മേഖലയിൽ എന്താണ് അവിടെ നടക്കുന്നത്, ഏത് സാധനമാണ് ഫിറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് ഡോക്ടർമാരുടെ അടുത്തൊരു വേദനയായിട്ട് എത്തുമ്പോൾ പറയും, നിങ്ങൾ എത്തിയത് കറക്റ്റ് സമയത്താണ്, 5 മിനിറ്റ് വൈകിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരേണ്ടിയിരുന്നില്ല. അപ്പോൾ ബേജാറായി. ഇപ്പോൾ ഓപ്പറേഷൻ വേണമെന്നാണ് പറയാം. കുടുംബങ്ങളിങ്ങനെ പുറത്ത് വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ്. എന്താ വേണ്ടത് ഉടനെ പറഞ്ഞോളിയും. ജർമ്മൻ്റെ സാധനമാണെങ്കിൽ 2 ലക്ഷം വരും, മറ്റേതാണെങ്കിൽ 1.5 വരും, താഴ്ന്ന ഗ്രേഡിലാണെങ്കിൽ 75 വരും. ഏതാ വേണ്ടതെന്ന് 5 മിനിറ്റ് കൊണ്ട് തീരുമാനമായിട്ടില്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് സംഗതി നടക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറയും. എന്താണ് ഈ പുറത്ത് കാത്തു നിൽക്കുന്ന ഈ പേഷ്യൻറ്റിൻ്റെ കൂടെ വന്ന ആളെന്താ ചെയ്യുക? അയാളാണ് ബേജാറാവും. ഇതൊക്കെ നമ്മളെ അനുഭവങ്ങളല്ലേ. ആട് ബേജാറാവുകയാണ്. പിന്നെ അന്വേഷിക്കാനൊന്നും സമയമില്ല. ഇത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും കളിക്കണ്, ജീവൻ കൊണ്ടായി കളിക്കണ്. നിങ്ങൾ ഒരുപാട് നേരം ചർച്ച ചെയ്യാനൊന്നും നേരല്ല, 5 മിനിറ്റ് സമയം തരാൻ നിങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ചോളി എന്ന് പറയും. ഈ സാധുക്കൾ പുറത്ത് നിൽക്കുന്നു. 2 ലക്ഷത്തിൻ്റെ സ്റ്റണ്ടാണ് ഇടേണ്ടത്, മറ്റേ 1.5 ഇടേണ്ടത്, 75ൻ്റെ ഇടേണ്ടത്, ജപ്പാൻ്റെ ഇടേണ്ടത്, അമേരിക്കൻ്റെ ഇടേണ്ടത്, ഏതാണ് ഇടുന്നത്? ഇവനോട് എന്ത് കൺഫ്യൂഷനാണ്. മൻ ഗശ്ശന ഫലൈസ മിന്ന. ചതി നടക്കുന്ന മേഖലയാണ്, വൻ വ്യവസായ മേഖലയാണ്, ചതിയുടെ മേഖലകളാണ്. ചതിയും വഞ്ചനയും ഇല്ലാത്ത മേഖലകൾ, അതിന്ന് മെഡിക്കൽ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും അതിൻ്റെ ഏതെല്ലാം കച്ചവടങ്ങളിലാണെങ്കിലും, പിന്നെ ടെക്സ്റ്റൈൽസ് വ്യാപാരത്തിൻ്റെ വസ്ത്ര മേഖലയിലാണെങ്കിലും, ഏതൊക്കെ കാർ വിൽപ്പനയുടെ ഷോറൂമുകളിലൂടെ, ഗാരേജുകളിൽ സാധനങ്ങൾ, പാർട്സുകൾ മാറ്റിയെടുക്കുന്ന, സ്പെയർ പാർട്സുകൾ മാറ്റുന്ന ഇടങ്ങളിൽ എന്താണ് വെച്ചത്, എന്താ ഫിറ്റ് ചെയ്തതെന്ന് നമുക്കതിനെപ്പറ്റി ചോദിക്കാനോ പറയാനോ, അത് അല്ല, അങ്ങനെ അല്ല എന്ന് പറയാനറിയോ, അങ്ങനെ ആണെന്ന് പറയാനറിയോ? അവരെന്താ പറഞ്ഞത് അത് പറയാ, അതിൻ്റെ പേ ചെയ്യുക, അങ്ങനെ ആണെന്ന് വിശ്വസിച്ച് പോരുക. അതൊക്കെ ഈ ലോകത്ത് നടക്കും. പക്ഷേ റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ അതവിടെ രേഖയായി. ഞാൻ ചതിക്കപ്പെട്ടോ അതവിടെ രേഖയായി. എന്നെ ആരെങ്കിലും ചതിച്ചോ അതവിടെ രേഖയായി. ഈ ലോകത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചതിക്കപ്പെട്ടോം ചതിക്കപ്പെട്ടു, ചതിച്ചോ ചതിച്ചു. പക്ഷേ പരലോക കോടതിയിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയണം, മൻ ഗശ്ശന, നമ്മെ വഞ്ചിച്ചവൻ, ഫലൈസ മിന്ന, അവൻ നമ്മിൽപ്പെട്ടവനല്ല, മുസ്ലിമാകാൻ യോഗ്യനല്ല. അതുകൊണ്ട് കാഫറൊന്നും ആവില്ല, പക്ഷെ അവൻ മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂല. നമ്മുടെ സൊസൈറ്റിയിൽ, ഇസ്ലാമിക് സൊസൈറ്റിയിലെ നമ്മുടെ ഒരു തരീഖത്തിൽ, നമ്മുടെ ഒരു മാർഗത്തിൽ, നമ്മുടെ ഒരു ചര്യയിലൂടെ മുന്നോട്ട് പോകുന്നൊരു മെമ്പറായി അവനെ കണക്കാക്കാൻ കൊള്ളില്ല. അത് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ ആയത്ത് തെളിവ് കൊടുത്താൽ എന്താണ്? യുഊദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളോട് ചെയ്യുന്ന കടുത്ത ദ്രോഹമാണിത്.
അവർ വൻ മഹാപാതകമാണ് വഹിക്കുന്നത്, ഇതിലൂടെ വമ്പിച്ച ളുൽമാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങളിൽ ഈ കാര്യങ്ങൾ ഇന്ന് കണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഹദീസ് അതാണ് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തത്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയോട് പാലിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ബൈഅത്ത് സ്വീകരിക്കുമ്പോൾ, അവരോട് പ്രതിജ്ഞകൾ പറയുമ്പോൾ, നിങ്ങൾ മുസ്ലിമായി ജീവിക്കുമ്പോൾ അവരോടെല്ലാവരോടും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരുന്നു, അന്നുസ്ഹു ലികുല്ലി മുസ്ലിം, നിങ്ങൾക്ക് എല്ലാവരോടും ഗുണകാംക്ഷ വേണം, എല്ലാ മുസ്ലിമിനോടും നിങ്ങൾക്ക് ഗുണകാംക്ഷ വേണം എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരുന്നത്. വഫീ റിവായത്തിൻ ലഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് അത് ഉദ്ധരിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ അലാ സുബ്റത്തി ത്വആമിൻ, സുബ്റത്തു ത്വആം ഭക്ഷണത്തിൻ്റെ ഒരു കൂമ്പാരം, മദീനയിലെ ഒരു സൂക്കിലൂടെ അങ്ങനെ പോവുകയാണ് അള്ളാഹിൻ്റെ റസൂൽ. ഒരു സുബ്റത്ത് എന്ന് സാധാരണ പറയുന്നത് അതിങ്ങനെ അളന്നു തൂക്കി കൊടുക്കണ ധാന്യമല്ല. സുബ്റത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ മാർക്കറ്റിലൊക്കെ പോയാൽ മത്സ്യ വ്യാപാരത്തിലും ഉണ്ടാവും, അങ്ങനെ അതുപോലെ തന്നെ ധാന്യ വ്യാപാരത്തിലുണ്ടാവും, പച്ചക്കറികൾ വിൽക്കുന്നിടത്തുണ്ടാവും, മൊത്തം ഒരു കൂന കൂട്ടി വെച്ചിട്ടുണ്ടാവും സുബ്റത്ത്. അതിന് അളന്നോ തൂക്കല്ല. അതാ ഈ കാണുന്ന ഈ കാഴ്ചക്ക് ഇതിനൊരു വില. അതിനെന്താ നമ്മൾ സാധാരണ പ്രയോഗിക്കുക, ഇതിന് അളക്കൂല തൂക്കമില്ല. ഈ കാണുന്നതിനുള്ള റേറ്റ് എന്താ? അങ്ങനെ വിൽക്കുന്ന ഭക്ഷ്യസാധനത്തിനാണെന്ത് സുബ്റ എന്ന് പറയാം. ഒരു പ്രത്യേക അളവല്ലത്, ഒരു പ്രത്യേക തൂക്കമോ അളവൊന്നും അതിൻ്റെ ആ കാണുന്നുണ്ടാവും. അങ്ങനെ കൂട്ടി വെക്കാറ് പതിവുണ്ട് മദീനയിൽ. ഇങ്ങനെ ഗോതമ്പും അതുപോലെ തന്നെ ധാന്യങ്ങളൊക്കെ അങ്ങനെ കൂട്ടി വിൽക്കും. അതാരെടുക്കണമെങ്കിൽ ആൾ മൊത്തം എടുത്താണ് പോവും. അങ്ങനത്തെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഗോതമ്പ് കൂന കൂട്ടിയെടുത്ത് അതിനരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫഅദ്ഖല യദഹു ഫീഹാ, അവിടുത്തെ തിരുകൈ ആ കൂനയിലേക്ക്, ആ കൂമ്പാരമായി കൂട്ടി ഉള്ളിൽ കണ്ടിട്ടു, ഉള്ളിലേക്ക് കൈ പ്രവേശിപ്പിച്ചു. ഫനാലത്ത് അസാബിഉഹു ബലല, ഫനാലത്ത് അപ്പോൾ ബാധിച്ചു, അസാബിഉഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിരലുകളിൽ ബാധിച്ചു, ബലലൻ അവിടുത്തെ വിരലുകളിൽ എന്തു ബാധിച്ചു? നനവ്. ഉള്ളിലേക്ക് കൈയാണ്ടിട്ട് വലിച്ചു നോക്കുമ്പോൾ നനവാണ് കാണുന്നത്. പുറത്തേക്ക് നല്ല ഗോൾഡൻ കളറിലുള്ള നല്ല മുന്തിയ ഗോതമ്പ് കാണാൻ നല്ല ചന്തത്തിൽ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നു വിൽപ്പനക്ക് വേണ്ടി. കൈ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് എടുത്തു നോക്കുമ്പോൾ നനഞ്ഞ ഗോതമ്പാണ് കാണുന്നത്, താഴ്ന്ന ഗോതമ്പ്. അത് മാത്രമല്ല നനഞ്ഞിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, കച്ചവടക്കാരനോട് ചോദിച്ചു, ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹാദാ യാ സാഹിബ ത്വആം, ഭക്ഷണ വിൽപ്പനക്കാരാ, എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്താണ് ഇങ്ങനെ കാണുന്നത്? ഉള്ളിൽ നനഞ്ഞ ഗോതമ്പാണല്ലോ. അദ്ദേഹം മറുപടി പറഞ്ഞു, അസാബത്തുഹു സ്സമാഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മഴ ബാധിച്ചതാണ്. മഴ കൊണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഗോതമ്പ്, അതാണ് ആ കാണുന്നത് എന്ന് പറഞ്ഞു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഴ കൊള്ളലിപ്പോൾ സ്വാഭാവികമാണല്ലോ, ഇനിയിപ്പോൾ പ്രശ്നമില്ലല്ലോ. പക്ഷേ ഇവിടെ തകരാറെന്താ? അല്ലാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, അഫലാ ജഅൽതഹു, ആ നനഞ്ഞ ഗോതമ്പ് നിനക്ക് വെക്കാമായിരുന്നില്ലേ? ഫൗഖ ത്വആം, ഈ ഭക്ഷണ കൂമ്പാരത്തിൻ്റെ മുകളിൽ വെച്ചുകൂടായിരുന്നില്ലേ? കൈ യറാഹുന്നാസ്, ജനങ്ങൾ കാണുന്ന വിധത്തിൽ അങ്ങനെ മേലേട്ട് വെച്ചുകൂടായിരുന്നില്ലേ? ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലത് മാത്രം പുറത്തേക്ക് ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് ഉള്ളിൽ ഈ നനഞ്ഞ സാധനം വെക്കുന്ന പരിപാടി, മൻ ഗസ്സ, ആര് ചതി നടത്തിയോ വഞ്ചന നടത്തിയോ, ഫലൈസ മിന്നാ,
അവൻ നമ്മിൽപ്പെട്ടവനല്ല. അത് പറഞ്ഞൊരു സന്ദർഭം നോക്കൂ നിങ്ങൾ. ഇവിടെ എന്താ പ്രശ്നം? സാധാരണ നടക്കുന്ന കാര്യം. ചീഞ്ഞ സാധനം, കേടുവന്ന സാധനം, മോശപ്പെട്ട സാധനം ഏത് നോക്കി നിങ്ങളിപ്പോൾ ഒരു ചാക്ക് ഉള്ളി അല്ലെങ്കിൽ ഒരു പെട്ടി ഉള്ളിയോ തക്കാളിയോ എടുക്കുകയാണെങ്കിൽ മുകളിൽ ഏറ്റവും നല്ലത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. മാങ്ങയാവട്ടെ, ഇനി ഏത് വസ്തു ആവട്ടെ, ടൊമാറ്റോ, തക്കാളി ആവട്ടെ, എന്താവട്ടെ, ആ ചീഞ്ഞതൊക്കെ അതിൻ്റെ അടിയിലുണ്ടാവും. അപ്പോൾ ഈ മുകളിലുള്ളതിൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മൾ ആ പറഞ്ഞ വില കൊടുത്തു, നല്ല ഫ്രഷ് സാധനം കിട്ടിപ്പോയി എന്നുള്ളതൊക്കെ നമ്മൾ വാങ്ങും. ഈ മത്സ്യത അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നല്ല തിളങ്ങണ ഇങ്ങനെ ചീഞ്ഞതൊക്കെ അതിൻ്റെ അടിയിൽ കൂടി കലർത്തിയിട്ടുണ്ടാവും. ഭക്ഷണങ്ങളിൽ മായം ചേർക്കും, പാലിൽ വെള്ളം എന്നോ പറയുന്നത് പോലെ ഉഴൂദിൽ സെയ്ത്ത് ചേർക്കും. അറബികൾക്കിടയിൽ അവർക്ക് എപ്പോഴും ഉള്ളൊരു പരാതിയാണിത്. നമ്മളങ്ങനെ വല്ലാതെ ഉഴൂദ് വാങ്ങലില്ല. ഒരു തോല ചെറിയൊരു കുപ്പി ഉഴൂദിനൊക്കെ വലിയ ദിർഹം, ദീനാറ്, ഉറുപ്പിയൊക്കെ കൊടുത്തിട്ടാണ് നാട്ടിൽ നിന്ന് കോട്ടക്കൊന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ വാങ്ങുക. നമുക്കെന്നെ അത്ഭുതം തോന്നും, ഈ അറബികൾ എത്ര വില കൊടുത്തിട്ടാണ് ഈ സാധനം വാങ്ങുന്നത്. എന്നിട്ട് അവരെന്നെ പറയും ചെയ്യും, ഞങ്ങളത് പറ്റിക്കുന്നുണ്ട്, ഇതിലെന്താ പറ്റിക്കാൻ ചേർക്കണത്? പാലിൽ വെള്ളം ചേർക്കും പോലെ ഊതിലെന്താ ചേർക്കുക? സെയ്ത്ത്. അത് ചിലപ്പോൾ സെയ്ത്തൂനാവും, അല്ലെ വേറെ എന്തെങ്കിലും ഓയിലാവും. അപ്പം ആ രൂപത്തിലുണ്ടാവും. ഭക്ഷണങ്ങളിൽ മുളക് പൊടി, മല്ലിപ്പൊടി, അരി, ഇനി എന്തൊക്കെ ഏത് സാധനമാണ് മായത്തിൽ നിന്ന് മുക്തം? കോഴിമുട്ട വരെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ചൈന കോഴിമുട്ട എന്ന് പറയുന്നു. അതുപോലെ തന്നെ അരി, പ്ലാസ്റ്റിക്കിൻ്റെ അരി ഉണ്ട് എന്ന് പറയുന്നു. വല്ലാഹു ആലം. ഒരുപാട് ഇപ്പം നമ്മൾ വാങ്ങുന്ന നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ വളരെ നല്ല ആദായത്തിൽ എന്ത് കിട്ടും? കാഷ്യൂനട്ട് കിട്ടും. അത് എന്തോ മെഷീനിലാണ് ഒരേ വലിപ്പത്തിൽ അള്ളാഹു എവിടെയെങ്കിലും ഇങ്ങനെ ഈ കാഷ്യൂനട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരേ വലിപ്പത്തിൽ. അപ്പോൾ അത് മെഷീനിൽ ആകുമ്പോൾ ഒരേ വലിപ്പത്തിലുള്ള അച്ചിലുണ്ടാക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഇപ്പം നമ്മളിവിടുന്ന് സൺഫ്ലവർ ഓയിൽ വാങ്ങുന്നു. ഒരു സൺഫ്ലവർ നമ്മൾ നാട്ടിലൂടെ ഗുണ്ടൽപേട്ടയിലൂടെയൊക്കെ പോകുമ്പോൾ ഈ പാടത്ത് കാണുന്ന ആ സാധനത്തിൽ നിന്ന് എത്ര അതിൻ്റെ വില? അത് ഇവിടെ ഈ ഓയിൽ ഈ വിലക്ക് കിട്ടുമോ? കിട്ടൂലല്ലോ. എല്ലാവർക്കും അറിയാം. അതൊക്കെ പേരാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്കൊക്കെ ഡെയിലി ഇരകളാകുന്ന കാര്യമാണ് ഇവിടെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ വിധത്തിൽ ഇങ്ങനെ ചതി നടത്തുന്നവരുണ്ടല്ലോ, നമ്മിൽപ്പെട്ടവനല്ല. വെറുതെയാണോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അത്താജിറുസ് സദൂഖുൽ അമീൻ, സത്യസന്ധനും വിശ്വസ്തനുമായ ഒരു കച്ചവടക്കാരൻ ഷഹീദിനെ പോലെയാണ് എന്നാണ്. ഷഹീദിൻ്റെ പ്രതിഫലമാണ് ആ വ്യക്തിക്ക് എന്നാണ്. ശത്രുവിൻ്റെ ഒട്ടും കുത്തുമേറ്റുകൊണ്ട് ജീവനെ തന്നെ ബലിയർപ്പിക്കേണ്ടി വരുന്ന ഒരാളാണ് ഷഹീദ്. അതേപോലെയാണ് വ്യാപാര വ്യവസായ മേഖലകളിൽ ഹക്കും ബാത്തിലും നോക്കി പിടിച്ചു നിന്ന് സത്യസന്ധതയോടെ വിശ്വസ്തതയോടെ കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ. അത് വല്ലാത്തൊരു പ്രയാസമാണ്. അതുകൊണ്ട് ഇസ്ലാം അതിൻ്റെ ഗൗരവം കൃത്യമായി പറഞ്ഞു. ഇയാൾ ചെയ്തത് പുറത്തേക്ക് നല്ലതിങ്ങനെ പ്രദർശിപ്പിച്ചു. അത് എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. ഉള്ളിലാകെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കുമ്പോൾ അതിലെല്ലാം കലർന്നിട്ടുണ്ടാവും. ചതിയാണ്, ചതിക്കപ്പെട്ടു. പക്ഷേ പരലോക കോടതിയിൽ രക്ഷപ്പെടില്ല. അതാണ് ഇപ്പോൾ രണ്ടാമത്തെ ഹദീസായി ഉദ്ധരിച്ചത്. വഅൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ തനാജസൂ മുത്തഫഖുൻ അലൈഹി. എളുപ്പമുണ്ട്, നമ്മൾ മുമ്പ് വിശദീകരിച്ചതായതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ ഉദ്ധരിക്കുന്നു, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ലാ തനാജസൂ, ലാ തനാജസൂ, നിങ്ങൾ വിലയേറ്റി പറയരുത്. എന്താണ് നജിസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നജിസ് കച്ചവടത്തിലെ ഏറ്റവും ഒരു കുതന്ത്രമാണ്, മാർക്കറ്റുകളിൽ കാണുന്നൊരു കുതന്ത്രം. അതായത് ഞാൻ ഈ സാധനം വിൽക്കാൻ വെച്ചിരിക്കുകയാണ്, വിൽക്കാൻ വെച്ചപ്പോൾ നിങ്ങൾ ഒരു 3-4 ആളുകൾ ഉണ്ടാവും എൻ്റെ ചുറ്റും. ഇങ്ങനെ നമ്മൾ തമ്മിൽ പരസ്പരം അഡ്ജസ്റ്റും ഉണ്ടാവും. മറ്റൊരാൾ പുറത്തുനിന്ന് കയറി വരികയാണ് ഇത് വാങ്ങാൻ. അപ്പോൾ ഓരോരുത്തർ ഞാൻ കേൾക്കെ, വാങ്ങാൻ വരുന്ന കസ്റ്റമറായി ഞാൻ കേൾക്കെ ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ അങ്ങനെ പറയും, 200 ദിർഹമിന് ഇത് തരുമോ? അത് വേണ്ട, 250 ഞാൻ തരാം. വേറൊരാളെന്ന് പറയും. സാധനം ചിലപ്പോൾ 10 രൂപയുടെ വില ഉണ്ടാവുള്ളൂ, പക്ഷേ അതിന് വില കൂട്ടാനായിട്ട് കുറേ ആൾക്കാർ പരിസരത്ത് ഇങ്ങനെ. അതൊക്കെ അതൊക്കെ ഇയാൾ നിശ്ചയിച്ച ആളുകളാണ്. ഇവർക്കൊക്കെ ഇതിൻ്റെ കമ്മീഷൻ ഉണ്ടാവും.
കച്ചവടം നടന്നു കഴിഞ്ഞാൽ. ഒരു ഉദാഹരണം പറയണം, അന്നും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്യരുത്. ലാ തനാജശു, നിങ്ങൾ അങ്ങനെ ആവശ്യമില്ലാതെ വില പറയണേ. എനിക്കൊരു വസ്തു വാങ്ങാൻ വേണ്ടിയല്ല ഞാൻ എന്ത് ചെയ്യുന്നത്, വില പറയുന്നത്. മറിച്ച് ആ വസ്തുവിന് വില ഏറ്റിയിട്ട് കസ്റ്റമറെ പറ്റിക്കലാണ് എൻ്റെ ഉദ്ദേശം. എനിക്ക് ആ വസ്തു ആവശ്യമില്ല. എന്നിട്ട് ഞാൻ ഈ കസ്റ്റമർ കേൾക്കുക അതിൻ്റെ വിലയും മഹത്വമൊക്കെ ഇങ്ങനെ പറയും. അയാളെ പറ്റിക്കാൻ ചതിയാണ്. മൻ ഗശ്ശന ഫലൈസ മിന്ന. അടുത്ത ഹദീസും അത് തന്നെയാണ്. وعن ابن عمر رضي الله عنهما أن النبي صلى الله عليه وسلم نهى عن النجش متفق عليه. മഹാനായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അല്ലാഹുവിൻ്റെ റസൂൽ, നഹാ അനിൻ നജ്ശി, അല്ലാഹുവിൻ്റെ റസൂൽ വിരോധിച്ചു. അനിൻ നജ്ശി, നജ്ശ് വിരോധിച്ചു. അതന്നെ ഇത് നജ്ശ് നമ്മൾ പഠിച്ചു വെക്കണം. നജ്ശ് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, നജസ് എന്നല്ല നജ്ശ്. ഇപ്പോൾ ഇതെവിടെ കേട്ടാലും നമുക്ക് മനസ്സിലാവണം. അത് നാട്ടിൽ നടപ്പുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കന്ന് കച്ചവടത്തിൻ്റെ സ്ഥലത്തുണ്ടാവും, കാറ് കച്ചവടം ചെയ്യുന്ന സ്ഥലത്തുണ്ടാവും, യൂസ്ഡ് കാറ് പിന്നെ എക്സിബിഷൻ്റെ അത് വിൽപ്പന നടക്കുന്ന സ്ഥലത്തുണ്ടാകും. ഒരാൾ ചുറ്റിപ്പറ്റി കുറേ ആളിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അവരിങ്ങനെ വില കൂട്ടി ഇങ്ങനെ പറയും. പുറത്തുനിന്ന് വരുന്ന കസ്റ്റമറായ ഞാൻ പറ്റിക്കപ്പെടും. ഞാൻ വിചാരിക്കും ഇതിന് ഇത്രയൊക്കെ വില ഉണ്ട്. അപ്പം പിന്നെ അവർ പറഞ്ഞതിലെ ഏറ്റവും ചെറുതേതാന്നേ പിന്നെ ഞാൻ നോക്കുള്ളൂ. അതിൽ താഴെ എന്തായാലും എനിക്ക് ചോദിക്കാൻ പിന്നെ തോന്നൂല. കാരണം 200 മിനിമം പറയുന്നത്. പിന്നെ അവിടെ കൂടിയവരൊക്കെ 250 പറയുന്നുണ്ട്. 300 എനിക്ക് തരുമോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇനി എനിക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനൊരു 200 മുതൽക്ക് ഇനി ബാർഗൈൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഫലത്തിൽ അതിന് ചിലപ്പോൾ ഒരു 50 ഉറുപ്പ്യ ഉണ്ടാവുള്ളൂ. ഞാൻ പറ്റിക്കപ്പെട്ടു. ഇതാണ് നജ്ശ് കച്ചവടം. ലാ തനാജശു, നിങ്ങളെ പണി ചെയ്യരുത്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻ നജ്ശി, നജ്ശ് അവിടുന്ന് ശക്തമായി വിരോധിച്ചിരിക്കുന്നു. കാരണം അതിലൊക്കെ അടങ്ങുന്ന പ്രധാനപ്പെട്ട വസ്തുത എന്താണ്? ചതിക്കുക. ചതിയാണതിൽ 100% നടക്കുന്നത്. വഞ്ചിക്കുകയാണ്. എന്നെ വിശ്വസിച്ച്, ഞാൻ വിശ്വസിച്ചൊരു സാധനം വാങ്ങുകയാണ്, അയാളെ വിശ്വസിക്കുകയാണ്, പക്ഷേ അയാൾ എന്നെ അറിഞ്ഞുകൊണ്ട് ചതിക്കുകയാണ്. ആ ചതി, ഞാൻ ചതിയിൽപ്പെട്ടു എന്ന് ഞാൻ അറിയുന്ന നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ അയാളോട് പകയാണ് ഉണ്ടാവുക, തീർത്താ തീരാത്ത വിദ്വേഷമാണ് ഉണ്ടാവുക. അതെൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തി, എന്നെ അത് വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അതാണ് യുദൂന, അവരതിലൂടെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്, ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇനി അതേപോലെ വഅൻഹു ഖാല ദക്കറ റജുലുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, അന്നഹു യുഖ്ദഉ ഫിൽ ബുയൂഇ, ബിസിനസ്സിൻ്റെ കാര്യത്തിൽ കച്ചവടത്തിൻ്റെ സമയത്തൊക്കെ പറ്റിക്കപ്പെടുന്നുണ്ട് ഞാൻ. ഏത് സമയത്തും എന്നെ പറ്റിക്കുകയാണ് മറ്റുള്ളവർ. എന്താ നബിയെ പരിഹാരം എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, മൻ ബായഅത ഫഖുൽ ലാ ഖിലാബ, നീ ആരുമായി ഇടപാടിന് പോകുന്നുവോ, നീ ആരുമായി ഇടപാട് നടത്തുവാൻ പോകുന്നുവോ അയാളോട് ആമുഖമായി നീ പറഞ്ഞേക്കണം, ലാ ഖിലാബ, ചതിക്കാൻ പാടില്ല കേട്ടോ എന്ന് ആദ്യമാണ് പറഞ്ഞതാണ്. ചതി ഉണ്ട് എന്ന് ബോധ്യമായാൽ ഞാൻ ഈ സാധനം മടക്കി കൊണ്ടുവരും. അത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണോ നിങ്ങൾ കരാറിലെത്തിക്കോ. ഇതുകൊണ്ട് കച്ചവടം മുറിഞ്ഞു എന്ന് വിചാരിക്കണ്ട. ചതിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുള്ളവനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അതാണ്. നീ പോയിട്ട് പറഞ്ഞോ, ഞാനിത് വാങ്ങാം, പക്ഷേ കണ്ടീഷൻ ഉണ്ട്. സാധാരണ കച്ചവടം മുറിയൽ എങ്ങനെയാണ്? വസ്തു നമ്മൾ വാങ്ങി കൈപ്പറ്റി അതിൻ്റെ ക്യാഷ് അങ്ങോട്ട് കൊടുത്ത് സദസ്സ് പിരിഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് എന്തായി? നടന്നു, കച്ചവടം നടന്നു. പിന്നെ ഇനി അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അതേ അവസരത്തിൽ അതിന് വിപരീതമായി എപ്പോഴും ചതിക്കപ്പെടുകയാണോ എങ്കിൽ നീ പറഞ്ഞേക്കണം, ചതി പാടില്ല. അതുകൊണ്ട് വസ്തു ഞാൻ വാങ്ങാം, ഞാൻ പരതും, ഞാൻ അന്വേഷിക്കും, എനിക്ക് വേണ്ടാന്ന് തോന്നിയാൽ തിരികെ കൊണ്ടുവരും, അതെത്രയാണെങ്കിലും ഞാൻ തിരികെ കൊണ്ടുവന്ന് തരും. ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുമായി ഇടപാട് നടത്തുന്നു. ആദ്യമേ നീ പറഞ്ഞേക്ക് ലാ ഖിലാബ. ഖിലാബത്ത് എന്ന് പറഞ്ഞാൽ ഖദീഅത്ത്, വഞ്ചന പാടില്ല. കാരണം അങ്ങനെ പറയേണ്ടവരോട് അങ്ങനെ പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ട ഒരവസ്ഥ വരുമ്പോൾ, എപ്പോഴും പറ്റിക്കപ്പെടുന്ന ഒരവസ്ഥ വരുമ്പോൾ അങ്ങനെ
പറയേണ്ടി വരും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയപ്പെടുന്ന, പടച്ചോനെ പേടിയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നടക്കുമായിരിക്കും. ഇന്നിപ്പോൾ അത് പറഞ്ഞാൽ എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, എൻ്റെ പണി നോക്കുക എന്ന് പറയും. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കരമായ ചതിയും ആ രൂപത്തിലുള്ള ഏർപ്പാടുകളും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇനി ഉപോത്ബലകമായ മറ്റൊരു ഹദീസ്, അവസാനത്തെ ഹദീസ്. ഇതും ഇമാം അബൂ ഹുറൈറ, മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖബ്ബബ സൗജത ഇംറിഇൻ ഔ മംലൂകഹു ഫലൈസ മിന്നാ, റവാഹു അബൂ ദാവൂദ് റഹിമഹുല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, മൻ ഖബ്ബബ, ഖബ്ബബ എന്ന് പറഞ്ഞാൽ അഫ്സദ, അഫ്സദ എന്നാണ് അർത്ഥം. ഖബ്ബബ, ഖബ്ബബ എന്ന് പറഞ്ഞാൽ അഫ്സദ, അഫ്സദ വഖദഅ, വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു പ്രയോഗമുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരാളെക്കുറിച്ച് ദുഷിച്ച് പറയുക, ഒരാളെയാണ്ട് കുഴപ്പത്തിലകപ്പെടുത്തുക. ഇതിവിടെ ആരിനെ കുഴപ്പത്തിലകപ്പെടുത്തുന്നത്? ആരെങ്കിലും കുഴപ്പത്തിലാക്കിയാൽ സൗജത ഇംറിഇൻ, ഒരാളുടെ ഭാര്യയെ, മറ്റൊരാളുടെ ഭാര്യയെ വേറൊരാൾ പോയിട്ട് എന്ത് ചെയ്യാണ്? കുഴപ്പത്തിലകപ്പെടുത്തുകയാണ്. അത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നു, ഉദാഹരണമായിട്ട് ഇന്ന് ചില കൗൺസിലർമാർ ചെയ്യുന്ന ചില പണികളുണ്ട്. എല്ലാ കൗൺസിലർമാരും അല്ല, കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കുന്ന കുടുംബ കേസുകൾ വരും. കുടുംബ കേസ് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഭർത്താവിനെ കുറിച്ച്. വന്ന് പരാതി പറയുന്നോള് ചിലപ്പോൾ നല്ല സുന്ദരിയായിരിക്കും, സൗന്ദര്യം ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതമൊക്കെ അവരിത് പരാതി പെണ്ണ് പറയുമ്പോഴേക്ക് തന്നെ എന്തു പറയും? അല്ലെങ്കിൽ അന്നെപ്പോലൊക്കെ ഒരു സുന്ദരിയായ പെണ്ണ് അച്ഛനായിയുടെ കൂടെ ജീവിക്കുന്നതിലാണ് എനിക്ക് വലിയ അത്ഭുതം. കഴിഞ്ഞില്ലേ, കഴിഞ്ഞില്ലേ, ഫസാദായില്ലേ? അല്ലെങ്കിൽ അനക്കയാൾ എത്ര ചെലവിനേരിന്, അല്ലെങ്കിൽ അയാൾ നിന്നെ എവിടെ താമസിപ്പിക്കുന്നത്, അതിനേക്കാണ് മുന്തിയ ഫ്ലാറ്റും വീടും എനിക്കെടുത്തു തരാൻ പറ്റും. അല്ലെങ്കിൽ വേറുള്ള ആളുകൾക്ക് നിങ്ങൾ വേറെ വിവാഹത്തിലേക്ക് പോയാൽ ഇതിനേക്കാളൊക്കെ സൗകര്യം നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ദമ്പതികൾക്കിടയിലുള്ള പിണക്കത്തെ മൂർച്ഛിപ്പിച്ച് ഒരാളെയും അയാളുടെ ഭാര്യയെയും തമ്മിൽ തെറ്റിപ്പിക്കുന്ന വിധത്തിൽ ആരെങ്കിലും ആരുടെയെങ്കിലും ഭാര്യയെ ദുഷിപ്പിച്ചാൽ, ഫസാദിലാക്കിയാൽ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇവിടെ. അയാൾ തലാക്കിയല്ല, നിന്നെ ഞാൻ കെട്ടിക്കോളാം, അല്ലെങ്കിൽ ഇനി ഞാൻ കെട്ടിയില്ലെങ്കിൽ വേറെ എത്ര ആൾ കെട്ടാണ്ടാവും, ഏതായാലും അയാളായിട്ട് പിരിഞ്ഞോ, തലാക്ക് ആവശ്യപ്പെട്ടള, എത്ര വെച്ചിട്ട് അങ്ങനെ സഹിക്കുക? ഇത്ര കാലമായി നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ ഇപ്പം എത്ര ബുദ്ധിമുട്ടണമെന്നുണ്ടോ? ആ പെണ്ണിൻ്റെ മനസ്സ് ഫസാദാക്കി. ഒന്നുകിൽ അയാൾക്ക് ചില നേട്ടങ്ങൾ, ഉദ്ദേശമുണ്ട്, ചില ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ കുടുംബത്തോട് അസൂയയുണ്ട്, ഏതോ ആവട്ടെ. നീ കൗൺസിലർ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അതൊന്നും അല്ലാതെ തന്നെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിലിങ്ങനെ മണ്ണെണ്ണ ഒഴിക്കുക. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റാണ്. അപ്പോൾ ഭാര്യയുടെ എങ്ങനെയെങ്കിലുമൊക്കെ ഭാര്യയുമായി കണക്ഷൻ സ്ഥാപിച്ചിട്ട് അയാളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് ആ പെണ്ണിൻ്റെ കൽബ് ഫസാദാക്കുക. ഇപ്പണി ആരെങ്കിലും ചെയ്താൽ, അതാണ് ആ പറയുന്നത്, മൻ ഖബ്ബബ സൗജത ഇംറിഇൻ, ആരെങ്കിലും ആരുടെയെങ്കിലും ഭാര്യയെ ഫസാദാക്കിയാൽ. ഫസാദാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യഭിചാരമൊന്നുമല്ല കേട്ടോ, അതൊന്നുമല്ല പറയുന്നത്. വെറുതെ ഫിത്ന പറഞ്ഞു കൊടുക്കുക, ഫിത്ന പറഞ്ഞിട്ട് അങ്ങനെ തമ്മിൽ തെറ്റിക്കുക. ഇന്ന് പ്രവാസ ലോകത്തൊക്കെ ഏറ്റവും നടക്കുന്നൊരു സംഗതിയാണത്. ഭാര്യ നാട്ടിലാണ്, ഭർത്താവ് ഇവിടെയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫോൺ ചെയ്ത് പറയുമ്പോഴേക്ക്, ഒരു മെസ്സേജ് അയക്കുമ്പോഴേക്ക് നമ്മുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാമെന്ന് കരാറെടുത്തിട്ടുള്ള നമ്മുടെ ഇടയെ നമ്മൾ തെറ്റിദ്ധരിക്കുക. എന്നിട്ട് അതിൻ്റെ വലുതാവുക, അത് പ്രശ്നവൽക്കരിക്കപ്പെടുക, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വരിക, പിന്നെ അതിങ്ങനെ രൂക്ഷമാവുക, അവസാനം തലാക്കിലെത്തും. ഒക്കെ എന്താ പ്രശ്നം? ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ഇങ്ങനെ ആരെങ്കിലും ഒരുത്തൻ്റെ ഭാര്യയുടെ മനസ്സ് ആ നിലക്ക് ഫസാദാക്കുകയാണെങ്കിൽ, ഇനി ഭാര്യയാവണമെന്നില്ല, ഔ മംലൂക്കഹു, അല്ലെങ്കിൽ ഒരാളുടെ കീഴിലുള്ള അടിമ. അന്ന് അടിമകളുണ്ട്, മംലൂക്ക്, ഉടമപ്പെടുത്തപ്പെട്ടവൻ. വഫീ റിവായത്തിൻ, ചില റിപ്പോർട്ടുകളിൽ നമുക്ക് മറ്റു ചില ഹദീസുകളിൽ കാണാം ഖാദിമഹ എന്നും കാണാൻ പറ്റും. ഖാദിമഹു, അല്ലെങ്കിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ ഒരാളുടെ ഖാദിമിനെ, ഒരു സെർവൻ്റ് ആളെ വീട്ടിൽ നിൽക്കുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊരു സെർവൻറ്റിനെ കിട്ടിയതാണ്. വേറൊരുത്തം പോയി ഇങ്ങാണ്ട്, എനിക്കിവിടെ അയാൾ എത്ര തരുന്നത്, മാസം എത്ര തരുന്നത്, എന്തെങ്കിലൊക്കെ എന്ത് പെടലായി പൊട്ടിക്കണത്, എൻ്റെ പൊരിക്ക് പോര്, ഞാൻ എനിക്ക് ഇത്ര തരാം.
അല്ലെങ്കിൽ ഒരു പിന്നെ സ്പോൺസറുടെ കീഴിൽ ഒരാൾ ജോലിക്ക് വന്നിട്ടുണ്ട്. ആ ജോലിക്ക് വന്ന ലേബറെ സമീപിക്കുക, എന്നിട്ട് അയാളോട് പറയുക, എനിക്ക് എത്ര അയാൾ ശമ്പളം തരുന്നത്, എന്ത് തന്നെ പറഞ്ഞാൽ നിന്നെ കൊണ്ടുവന്ന് ഈ പറ്റിക്കപ്പെട്ടിരിക്കുന്നു കേട്ടോ, നിനക്ക് ഞാൻ തരാം, അയാൾ വിസ ക്യാൻസലാക്കി തരാൻ പറയാന്ന്, കയറ്റി വിട്ടോളാൻ പറ അയാളോട്. ക്യാൻസലേഷൻ ചോദിച്ചു നോക്ക്, ക്യാൻസൽ അടിച്ച് പോയിക്കോ, ഈ നാട്ടിലേക്ക് പോയിക്കോ, നിന്നെ ഞാൻ കൊണ്ടുവരാം, ഇതിനേക്കാണ് വലിയ ശമ്പളത്തിന് കൊണ്ടുവരാം. അയാളുടെ ഉദ്ദേശം എന്താ വെച്ചാൽ മറ്റോൻ്റെ അടുത്ത് നിന്ന് ഈ ലേബറാണ് പോകണം, അവനോടുള്ള അസൂയയും അവനോടുള്ള പകയും തീർക്കാനാണ്. അല്ലാതെ ഈ ലേബർക്ക് കുടുംബത്തിൽ നല്ല ആശ്വാസം ഉണ്ടാവാൻ വേണ്ടി ഇയാൾക്ക് ഹൈറുണ്ടാക്കാനൊന്നുമല്ല, മറ്റോനോടുള്ള ദേഷ്യം തീർക്കുകയാണ്. മറ്റുള്ളവനെ ഇവൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഹാദിമാണെങ്കിലും ലേബറാണെങ്കിലും വേറൊരാളാണെങ്കിലും കടയിൽ നിൽക്കുന്ന സെയിൽസ്മാൻ ആണെങ്കിലും ആരാവട്ടെ ഒരാളുടെ മനസ്സ് പോയി ഫസാദാക്കുകയാണ്, ഓണിയും കെണിയും പറഞ്ഞിട്ട് ഫസാദാക്കുകയാണ്. ഉദ്ദേശത്രയേ ഉള്ളൂ, മറ്റോൻ്റെതില്ലാതാവണം. ഈ വിധത്തിൽ ആരെങ്കിലും മറ്റൊരാളെ ആ വിധത്തിൽ പ്രേരണകൾ ചെലുത്തിയാലും എന്താ പറഞ്ഞത്, ഫലൈസ മിന്ന. ഒക്കെ അതിലൊക്കെ നടക്കണ എന്താ, ഹിഷും ഹിദാവും നടക്കുന്നു, നമ്മിൽപ്പെട്ടവനല്ല, അവരും നമ്മിൽപ്പെട്ടവനല്ല എന്ന് ഗൗരവത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് പരക്കേയുള്ള സംഗതികളാണ്. ഉലമാഇൻ്റെ ശറഹൊന്നും ഇതിലാവശ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെയൊക്കെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച പദത്തിൻ്റെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫലൈസ മിന്നാ എന്നാണ് പറയുന്നത്, നമ്മിൽപ്പെട്ടവനല്ല, ഒരു മുസ്ലിം എന്ന് പറയാൻ യോഗ്യനല്ല അവൻ. അതിൻ്റെ അത്ര ഗുരുതരമാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെന്താ ആശ്വസിക്കുക, ഇതൊക്കെ ഇപ്പം ഇല്ലാതെ ഇപ്പം ഇന്നത്തെ ലോകത്ത് നടക്കൂ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലഖദ് ദറഅനാ ലി ജഹന്നം, ജഹന്നമിലേക്ക് ധാരാളം മനുഷ്യരും അതുപോലെ തന്നെ ഭൂതവർഗത്തിൽപ്പെട്ടവരൊക്കെ അല്ലാഹു തആല നരകത്തിൽ കൂടുതൽ ആളുകളാണ്. 1000-ൽ നിന്ന് 1 സ്വർഗത്തിലേക്ക്, 999 ഏതിലേക്ക്, നരകത്തിലേക്ക്. അപ്പോൾ ലോകം അങ്ങനെയാണ്, അങ്ങനത്തെ ചതിയുടെയും വഞ്ചനയുടെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നത്ര അറിഞ്ഞുകൊണ്ട് നമ്മളായിട്ട് ഒരാളെയും മനഃപൂർവ്വം ചതിക്കരുത്, വഞ്ചിക്കരുത് എന്ന ഏറ്റവും അപാരമായ ഒരു ഖുലുഖുൻ ഹസൻ, സൽസ്വഭാവത്തിൻ്റെ മെസ്സേജാണ് ഈ അധ്യായവും നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഒരാളെയും വഞ്ചിക്കാതെ മനഃപൂർവ്വം ആരെയും ചതിക്കുന്ന ഒരവസ്ഥ വരാതെ റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപാകതകൾ പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.